Hi friends, welcome back to my channel Mission SSC and RRB. അപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിനാക്കളിൻ്റെ SSCയുടെ ജനറൽ സ്റ്റഡീസിൻ്റെ ഈ ബുക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തുടങ്ങിയത് സ്റ്റാറ്റിക് GK ആണ്. അപ്പോൾ ഈ ജനറൽ സ്റ്റഡീസിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള സ്റ്റാറ്റിക് GK ആണെന്ന് ഞാൻ എല്ലാത്തിലും പറയുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിക് GKയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ഇച്ചിരി മുൻതൂക്കമുള്ള സ്പോർട്സിൽ നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു വീഡിയോ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണണം. അപ്പോൾ ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലല്ല ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നല്ല എഫേർട്ട് എടുത്താണ്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഓരോന്ന് കളക്ട് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ഈ വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ബാഡ്മിൻ്റൺ ഹൗ ഹൈ എബവ് ദി ഗ്രൗണ്ട് ഈസ് ദി നെറ്റ് പൊസിഷൻഡ് അറ്റ് ദി സെൻറ്റർ. അപ്പോൾ എത്ര ഉയരത്തിലാണ് ഈ നെറ്റ് പൊസിഷൻ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 feet ആണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കീ ഫാക്ട്സ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, അത് പറയാം. ഈ ബാഡ്മിൻ്റൺ എന്ന് പറയുന്നത് ഒരു റാക്കറ്റ് സ്പോർട്ടാണ്. റാക്കറ്റ് സ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷട്ടിൽ ബാറ്റ് കളിക്കത്തില്ലേ, അതിൻ്റെ ആ ബാറ്റിനെയാണ് നമ്മൾ റാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റാക്കറ്റ് ഉപയോഗിച്ച് കളിക്കുന്നത് കൊണ്ടാണ് ഇതിനെ റാക്കറ്റ് സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പം വേറെ കുറച്ച് റാക്കറ്റ് സ്പോർട്സും കൂടെ നമുക്ക് പരിചയപ്പെടാം. ബാഡ്മിൻ്റൺ, then squash, then table tennis also known as ping pong, then tennis and paddle. ഇത്രയും സ്പോർട്സുകൾ റാക്കറ്റ് ഉപയോഗിച്ച് കളിക്കുന്നത് കൊണ്ട് അതിനെയൊക്കെ റാക്കറ്റ് സ്പോർട്സ് എന്നാണ് പറയുന്നത്. ഇത്രയും മാത്രമല്ല, പ്രധാനപ്പെട്ട കുറച്ച് സ്പോർട്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് കളിക്കുന്ന കോർട്ടിൻ്റെ ഡയമെൻഷനും കൂടെ നമുക്ക് പറയാം. 13.41 അതായത് 44 feet ലോങ്ങും 5.18 അതായത് 17 feet വൈഡുമാണ് സിംഗിൾസിൻ്റെ കോർട്ട്. അത് ഡബിൾസ് ആവുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് എത്രയാവുന്നു? 6.1 meter അതായത് 20 feet ആവുന്നുണ്ട്. പിന്നെ ഷട്ടിൽ കോക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഷട്ടിൽ കോക്കിന് ആൾസോ നോൺ ആസ് ബേഡി എന്ന് പറയുന്നത് ഷട്ടിൽ കോക്കിനെയാണ്. ദെൻ ഈ ഷട്ടിൽ കോക്കിൽ 16 feathers ആണ് വരുന്നത്. 16 feathersഉം 62 to 70 millimeter ലോങ്ങും വെയിറ്റ് വരുന്നത് 4.75 to 5.5 gram. അതുപോലെ തന്നെ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ സ്പോർട്സ് ഗ്ലോബലി ഇൻ പാർട്ടിസിപ്പേഷൻ അതേതാണ്? നമ്മുടെ ഈ ബാഡ്മിൻ്റൺ ആണ്. പാർട്ടിസിപ്പേഷനിലാണ് സെക്കൻഡ് പോപ്പുലർ സ്പോർട്സ് ആണ് നമ്മുടെ ബാഡ്മിൻ്റൺ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചിപ്പ്, കോണ്ടർ, ഡഫ് ആൻഡ് ഡ്രൈവർ ആർ ദി സം ടേംസ് യൂസ്ഡ് ഇൻ ഡാഷ്. ഏതാണ്? ഗോൾഫാണ്. അപ്പോൾ ഗോൾഫിൻ്റെ നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു സ്പോർട്സാണ് ഗോൾഫ്. അപ്പോൾ ഈ ഗോൾഫ് എന്താണെന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു സ്റ്റിക്കും ബോളും ഉപയോഗിച്ച് കളിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാനൊരു പിക്ചർ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പം മെയിനായിട്ടുള്ള ആ ടേംസുകൾ പഠിച്ചു വയ്ക്കണം. ഇതിൻ്റെ ഓരോ ടേമായിട്ട് ചോദിക്കും, ഇതുപോലെ തന്നെ ഒരുമിച്ച് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൾസോ MTSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്ന എല്ലാം MTSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദി റിഫിൽ ഇൻ ദി ഷൂട്ടിംഗ് സ്പോർട്ട് ഈസ് സിംഗിൾ ലോഡഡ് ഇൻ -mm caliber which is used across all events. 5.6 mm. അപ്പോൾ ഈ നമ്മുടെ കാലിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണ്ണിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡയമീറ്ററിനെയാണ് നമ്മൾ കാലിബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതിൻ്റെ കാലിബറാണ് ചോദിച്ചിരിക്കുന്നത്? ഈ റിഫിലിൻ്റെ കാലിബറാണ് ചോദിച്ചിരിക്കുന്നത്. 5.6 mm. അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പെട്ടെന്ന് റിഫിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ഇവൻറ്റ്സ് ഡിവൈഡഡ് ഇൻറ്റു 3 types. 3 typesലാണ് നമ്മുടെ ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ഇവൻറ്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റിഫിൽ, അതായത് 10 meter ആണ്. ദെൻ രണ്ടാമത്തത് പിസ്റ്റൺ, അത് 25 meter ആണ്. ദെൻ മൂന്നാമത്തത് ഷോട്ട് ഗൺ, അതായത് 50 meter ആണ്. അപ്പോൾ റിഫിൽസ് ആൻഡ് പിസ്റ്റൾസ് ആർ സിംഗിൾ ലോഡഡ്.
rifles using 5.6 mm caliber ആണ്. അതുപോലെ തന്നെ പിസ്റ്റൽ യൂസിങ് 4.5 mm caliber. അത് ഏതിലാണ്? 10 മീറ്റർ എയർ പിസ്റ്റലിനാണ്. അല്ലാതെ 5.6 mm കാലിബർ ആണ് ഏതിൽ ഉപയോഗിക്കുന്നത്? 25 മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റൾ വിത്ത് എ 5 ഷോട്ട് മാഗസിനിൽ ഉപയോഗിക്കുന്നത്. ദെൻ മൂന്നാമത്തേതായിട്ടുള്ള ഷോട്ട് ഗൺ എന്ന് പറയുന്നത് 12 ഗേജ് വിത്ത് ആൻ 18.5 mm കാലിബർ ആണ്. ഈ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നമ്പർ ഓഫ് ലെഡ് ബാൾസിനെയാണ് നമ്മൾ ഗേജ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദി ഡാഷ് പോളോ ക്ലബ് ഈസ് ദി ഹോം ഓഫ് ദി എസ്രാ കപ്പ് ഇവൻറ്റ്. ദി വേൾഡ്സ് ഓൾഡസ്റ്റ് പോളോ ടൂർണമെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1880. അപ്പോൾ കൽക്കട്ടയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോളോ ടൂർണമെൻറ്റ് പോളോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. പോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഹോഴ്സിൻ്റെ മണ്ടയിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പം അത് ആദ്യമായിട്ട് നടക്കുന്നത് എവിടെയെന്നാണ് ചോദിക്കുന്നത്? കൽക്കട്ട. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാം. അപ്പോൾ പോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളോ ഈസ് എ സിക്ക് ആൻഡ് ബോൾ ഗെയിം ദാറ്റ് ഈസ് പ്ലേഡ് ഓൺ ഹോഴ്സ് ബാക്ക് ആസ് എ ട്രഡീഷണൽ ഫീൽഡ് സ്പോർട്ടാണ്. അപ്പോൾ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ഉള്ള റിലേറ്റഡ് ഫാക്ട്സ് വേറെ പഠിക്കാം. വേൾഡ്സ് ഓൾഡസ്റ്റ് പോളോ ക്ലബ് ഇൻ സ്റ്റിൽ എക്സ്പീരിയൻസ്. പോളോ ക്ലബ് സ്റ്റിൽ ഇൻ എക്സ്പീരിയൻസ്. ദി കൽക്കട്ട പോളോ ക്ലബ്ബ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1862 ആണ്. അതുപോലെ തന്നെ വേൾഡ്സ് ഓൾഡസ്റ്റ് പോളോ ട്രോഫി സ്റ്റിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഈ വേർഡ് ഓർത്തിരിക്കുക, സ്റ്റിൽ എക്സ്പീരിയൻസ്. അത് ഇപ്പോൾ നിലവിലുള്ളത് വെച്ചിട്ടാണ് പറയുന്നത്. എസ്രാ കപ്പ് സ്റ്റാർട്ടഡ് ഇൻ 1880 ബൈ സർ ഡേവിഡ് എസ്ര. ഇത്രയും കാര്യമാണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്. നമ്മളിപ്പോൾ എത്ര പോയിൻറ്റ്സ് പറഞ്ഞു എന്ന് നോക്കി. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ചിലപ്പം ഈ ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും ചിലപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ നിന്ന് ഉള്ള മിനിമം ഫാക്ട്സും കൂടെ പഠിച്ചു പോവുക. നിങ്ങൾക്കിപ്പോൾ അഡീഷണൽ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി അത് ഇത്രയും നോട്ട്സ് എഴുതി പോകാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാം. പക്ഷേ കിട്ടുന്നത് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അറ്റ് വിച്ച് ഒളിമ്പിക്സ് ഡിഡ് ഗഗൻ നാരംഗ് വിൻ എ ബ്രോൺസ് മെഡൽ? അപ്പം പുള്ളിയുടെ ഫോട്ടോയാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഗഗൻ നാരംഗ് എന്നാണ് തോന്നുന്നത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇത് എവിടെയാണെന്നുള്ളതാണ്. ഏത് ഒളിമ്പിക്സിലാണ് ഗഗൻ നാരംഗിന് എന്ത് കിട്ടുന്നത്? ബ്രോൺസ് മെഡൽ കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് ലണ്ടനാണ്. അത് ഏത് വർഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2012 ആണ്. അതിൻ്റെ കീ ഫാക്ട്സ് നമുക്ക് പഠിച്ചാൽ. അപ്പോൾ ഗഗൻ നാരംഗ് ആരാണ്? ഈസ് ആൻ ഇന്ത്യൻ സ്പോർട്സ് ഷൂട്ടർ. നമ്മൾ നേരത്തെ അതിൻ്റെ ഡിവിഷനൊക്കെ പഠിച്ചായിരുന്നു. എയർ റിഫിൽ ഷൂട്ടറാണ് ആര്? ഈ ഗഗൻ നാരംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോൺസ് മെഡൽ ഇൻ ദി മെൻസ് 10 മീറ്റർ എയർ റഫിൾ ഇവൻറ്റ്. അപ്പോൾ ബ്രോൺസ് മെഡലാണ് ഈ ഗഗൻ നാരംഗിന് കിട്ടിയിരിക്കുന്നത്. ബ്രോൺസ് മെഡലാണ്. അതുപോലെ തന്നെ അർജുന അവാർഡ്. ഇതൊക്കെ ഞാൻ ഈ താഴെ കൊടുത്തേക്കുന്നതെല്ലാം മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് മെയിൻ ഫാക്ട്സുകളായിട്ട്. അപ്പോൾ അർജുന അവാർഡ് ഈ ഗഗൻ നാരംഗിന് അർജുന അവാർഡ് കിട്ടുന്ന വർഷം 2005 ആണ്. 2005 ഈ ഗഗൻ നാരംഗിന് എന്ത് കിട്ടുന്നത്? അർജുന അവാർഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇനി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫേമസ് ഈ ഷൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 5 പേഴ്സണാലിറ്റീസും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇതിലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുള്ളത് ആഡ് ചെയ്ത് പഠിക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഈ ഷൂട്ടിംഗ് റിലേറ്റഡ് ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സ്പോർട്സ് റിലേറ്റഡ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് റിലേറ്റഡ് പേഴ്സണാലിറ്റീസാണ് താഴെ കൊടുത്തിരിക്കുന്നത്.
ഒന്നാമത്തത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ. അതാരാണ്? പുള്ളിയുടെ കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മെഡൽ ഇൻ ഷൂട്ടിങ്ങിന് ആദ്യമായിട്ട് ഇന്ത്യയിൽ മെഡൽ കിട്ടുന്നത് ആർക്കാണ്? ഈ രാജ്യവർദ്ധൻ സിംഗ് റാത്തോറിനാണ്. പിക്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് മെഡലാണ് കിട്ടുന്നത്? സിൽവറാണ് കിട്ടുന്നത്. സിൽവർ മെഡലാണ് ആർക്ക് കിട്ടുന്നത്? ഫസ്റ്റിൽ ഷൂട്ടിങ്ങിന് സിൽവർ മെഡലാണ് കിട്ടുന്നത്. അത് ആർക്കാണ് കിട്ടുന്നത്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോറിനാണ് കിട്ടുന്നത്. അത് ഏത് വർഷമാണ്? വർഷം പഠിച്ചിരിക്കണം, ഒളിമ്പിക്സും പഠിച്ചിരിക്കണം. 2004 സമ്മർ ഒളിമ്പിക്സ് മെൻ ഡബിൾ ട്രാപ്പിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത വേറൊരു പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠിക്കാം. അഭിനവ് ബിന്ദ്രയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതപ്പോൾ അതിൽ നോക്കി പഠിക്കാം. ദെൻ മൂന്നാമത്തത് വിജയ് കുമാർ ശർമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 സമ്മർ ഒളിമ്പിക്സിൽ 25 മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റൾ ഇവൻറ്റിൽ സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ കൊടുക്കാം. വർഷം ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ഒളിമ്പിക്സ് എന്ന് ചോദിക്കാം, ഏത് മെഡലെന്ന് ചോദിക്കാം. അങ്ങനെ മാറ്റിയും തിരിച്ചും ഇതൊക്കെ കറക്റ്റായിട്ട് തിരിഞ്ഞു പോകാതെ പഠിക്കണം. കാരണം ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, വർഷം ചോദിക്കും, ചിലപ്പോൾ ഏത് ഒളിമ്പിക്സ് എന്ന് ചോദിക്കും, ചിലപ്പോൾ ഈ പേഴ്സണാലിറ്റി ചോദിക്കും. അങ്ങനെ മാറ്റിയും തിരിച്ചുമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ തന്നെ ഇവരെക്കുറിച്ചും നമ്മൾ ഇനിയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഈ അവാർഡ്സ് കിട്ടിയവരൊക്കെ ആണെങ്കിൽ അവരുടെ അവാർഡ്സും കൂടെ പഠിച്ച് പോവുക. ദെൻ അടുത്ത ഒരാളാണ് മനു ഭാകർ. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരാളാണ് ഈ മനു ഭാകർ എന്ന് പറയുന്നത്. പുള്ളിക്കാരിക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിൽ കുറച്ചേ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ 2 മെഡൽസ് ഇൻ ദി സെയിം ഒളിമ്പിക് ഗെയിംസ്. ഒരു ഒളിമ്പിക് ഗെയിമിൽ 2 മെഡൽ കിട്ടുന്നത് ആദ്യമായിട്ട് ഉള്ള ഇന്ത്യൻ വുമൺ ഒളിമ്പിക് പ്ലെയർ എന്നും പറയാം, അല്ലാതെ ഇന്ത്യൻ എന്നും പറയാം. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ 2 മെഡൽസ് ഇൻ ദി സെയിം ഒളിമ്പിക് ഗെയിംസ് ആണ്. അപ്പോൾ ആർക്കാണ്? ഈ മനു ഭാകറിനാണ്. അതുമല്ല, യങ്ങസ്റ്റ് ആണ്. ഷീസ് യങ്ങർ നൗ 23 ഇയേഴ്സ് ഓൾഡ് മാത്രമേ ഉള്ളൂ. യങ്ങസ്റ്റ് ഈ ഷൂട്ടിങ്ങിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ്. മെഡൽ കിട്ടുന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളും കൂടിയാണ് നമ്മളെ മനു ഭാകർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതിലാണ് ഈ 2 മെഡൽ കിട്ടിയെന്ന് പറഞ്ഞു? അത് രണ്ടും ഏതാണ്? ബ്രോൺസ് ആണ്. അത് ഏതിലാണെന്ന് ചോദിച്ചാൽ 2024 പാരീസ് ഒളിമ്പിക്സിലാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വുമൺസ് 10 മീറ്റർ എയർ പിസ്റ്റളും മിക്സഡ് 10 മീറ്റർ എയർ പിസ്റ്റൾ ഇവൻറ്റിലുമാണ് 2 ബ്രോൺസ് മെഡലുകൾ കിട്ടുന്നത്. അതുപോലെ വേറൊരു പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയാം. സ്വപ്നിൽ കുശലെ. ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടില്ല. സ്വപ്നിൽ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2024 നടന്ന സമ്മർ ഒളിമ്പിക്സിലെ മെൻസ് 50 മീറ്റർ റിഫിൾ 3 പൊസിഷനിൽ ബ്രോൺസ് കിട്ടിയിട്ടുള്ള ആളാണ് സ്വപ്നിൽ കുശലെ എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ ഈ സമ്മർ ഒളിമ്പിക്സിനെ കുറിച്ച് 2 പോയിന്റും കൂടെ പറയാം. എല്ലാ 4 വർഷം കൂടുമ്പോഴാണ് ഈ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. ഫസ്റ്റ് സമ്മർ ഒളിമ്പിക്സ് എപ്പോഴാണ് നടന്നത്? 1896 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പാണ്. 1896 ഏഥൻസിലാണ്. കട്ടായിപ്പോയി. അപ്പം 1896 ഏഥൻസിലാണ് എന്ത് നടക്കുന്നത്? ഫസ്റ്റ് സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് 12 ഓഗസ്റ്റ് 2024 എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസിലാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത്രയും ഫാക്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, എല്ലാവരുടെയും അഭിപ്രായം അറിയണം. അപ്പം